ഹലോ, മൈ ഹാപ്പിനെസ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളുണ്ടല്ലോ 2 ദിവസമായിട്ട് ഫുൾ ബിസിയാണ്. സംഗതി വേറെ ഒന്നുമല്ല, വെൽക്കം മൈ ചാനൽ റോസുക്കുട്ടി ലച്ചി ചാനൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാവയ്ക്ക് വയ്യാതിരിക്കുകയാണ്. ശനിയാഴ്ച തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വാവയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ലൂസ് മോഷൻ ആൻഡ് വോമിറ്റിംഗ് പ്ലസ് ഫീവർ. അപ്പോൾ ലൂസ് മോഷനും വോമിറ്റിങ്ങും ഉണ്ടാകും, കൂട്ടത്തിൽ ഫീവർ, ഒരു അകമ്പടിക്ക് വന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഗതി എന്തോ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറ്റില്ല എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇന്ന് കുറച്ചൊരു ഉഷാറ് തോന്നുന്നുണ്ട്. കണ്ണൊക്കെ ഇപ്പോഴും ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്നലത്തേനെയൊക്കെ അപേക്ഷിച്ച് ഇത്തിരി കൂടി കുഴപ്പമില്ല എന്നാണ്, എനിക്ക് ബെറ്റർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പോവാമെന്ന്. പിന്നെ വാവ ഇപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും. എന്താണെന്നറിയില്ല, ആശുപത്രിയിൽ പോയി സൂചി വെക്കുന്നുള്ള പേടി കൊണ്ട് വാവ അമ്മ കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വേഗം ഇത്തിരി കുറഞ്ഞത്. ഇല്ലയെന്ന് വെച്ചാൽ ശരിക്കും ഇന്ന് വൈകുന്നേരം അഡ്മിറ്റ് ആവേണ്ടതായിരുന്നു. ഞാൻ അഡ്മിറ്റ് ആവാൻ പാക്ക് ചെയ്ത് ബാഗൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊക്കെ എടുത്ത് വാവേനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നപ്പോൾ താഴെ പോയപ്പോൾ ആൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ഉച്ചയ്ക്കുള്ള മരുന്നൊക്കെ കഴിച്ചിട്ട് വാവ സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ എനിക്ക് വിളിക്കാൻ തോന്നിയില്ല, പാവം. എനിക്കാണെങ്കിൽ ഉറക്കം ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ മേ ബി അവൾക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവൾ പറയാറായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ റെസ്റ്റ് ചെയ്തോട്ടെ എന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണി 6:30 വരെ 6 മണിയൊക്കെ ഉണ്ട്, അതുവരെ നല്ല ഉറക്കമായിരുന്നു വാവ. അപ്പോൾ ആ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ വാവ നല്ല ഉഷാറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെയിറ്റ് ചെയ്യാം, നാളെയൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ പോയാൽ മതി. ഇല്ലയെന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻസ് ബാക്കിയുള്ളതൊക്കെ കണ്ടിന്യൂ ചെയ്താൽ ശരി സെറ്റാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞങ്ങൾ 8 മണിയായപ്പോൾ റൂമിൽ വന്നാണ് കേട്ടോ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ മണി 10:30 അതിനിടയ്ക്ക് 1-2 ഫോൺ കോൾസ് വന്നു. പിന്നെ അതിനിടയ്ക്ക് വേറെ ഇങ്ങനെ അപ്പേനെയൊക്കെ വിളിച്ച് വർത്താനം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ചെറിയ തപ്പലും തിരയിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വന്നു. അപ്പോൾ വാവ ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വാവ പറഞ്ഞു അമ്മ എന്തിനാച്ചാൽ നമ്മൾക്ക് കുറേ നമ്മുടെ യൂട്യൂബും ചാനലൊക്കെ ഇല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാത്രി മൈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അമ്മ എൻ്റെ വീഡിയോയ്ക്ക് ഇട്ടത് മൈ ലച്ച് മൈ ഹാപ്പിനെസ് എന്നാണ്. റോസുക്കുട്ടി ലച്ച് ഹാപ്പിനെസ് എന്നാണ്. അപ്പോൾ എന്തിനാ നമ്മുടെ വൈകാരിക സമയത്ത് കുട്ടികളുടെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ വീഡിയോസ് കുറേ ആളുകളൊക്കെ ഇല്ലേ, നമുക്ക് കുറേ സാധനങ്ങളില്ലേ, നമുക്ക് എല്ലാം ഉണ്ടാവും കേട്ടോ. പനിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വെറുതെ എങ്ങോട്ട് എടുക്കും. അതുപോലെയാണ് എൻ്റെ അമ്മയും. അപ്പോൾ ഇന്നത്തിന് ബെറ്റർ ആയിട്ട്. അപ്പോൾ വാവ് പറഞ്ഞു ഇതൊന്ന് എഡിറ്റ് ചെയ്യായിരുന്നപ്പോൾ പറഞ്ഞു അമ്മ നമുക്ക് കിടക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വേഗം കിടന്നേക്കാം നാളെ. എനിക്കും അത് ഉറക്കം കുറച്ച് ക്ലിയർ ആവാണ്ട്. പിന്നെ എനിക്കിപ്പോൾ 2 ദിവസം ഭയങ്കര ഓട്ടമായ കാരണം എനിക്കും ഭയങ്കര തലവേദനയൊക്കെ. അപ്പോൾ എന്തായാലും നേരത്തെ കിടന്ന് ഉറങ്ങാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ മണി 10:30 എന്നാലും കുഴപ്പമില്ല, ഈ ഒരു സമയത്തെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ടാറ്റാ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye bye. See you. See you tomorrow. Good night. പിന്നെ എന്താ ചെയ്യേണ്ട, എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവര് ലൈക്കും കമന്റ് ചെയ്യാ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കൊടുത്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ഇതുപോലെയുള്ള കുഞ്ഞുവാവകളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്ന വല്ല കുഞ്ഞുവാവകളുണ്ടെങ്കിൽ എന്താ പറയുക, മഴക്കാലമാണ്, പുറത്തൊന്നും പോയിട്ട് മറ്റുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കാൻ നോക്കുക. വാവ എന്താ വെച്ചാൽ വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഴിച്ചാണ് കേട്ടോ. അപ്പോൾ പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബട്ടൺ, അവിടെ ഞെക്കുക. അപ്പം നമ്മുടെ നെസാൻ്റെ സന്തോഷത്തിന് പേര് വരും. അതിൽ നമ്മുടെ റോസ് മോളിൻ്റെ അമ്മയും സന്തോഷം ഉണ്ടാവും.